അസ്സലാമുഅലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷമ്മു സ്മാർട്ട് ഡിസൈൻസ്. അപ്പോൾ ഇന്നലെ ചെയ്ത വീഡിയോൻ്റെ ബാക്കിയാണ് കേട്ടോ നമ്മൾ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോൻ്റെ കട്ടിങ് അതായത് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നെക്കിൽ അതായത് ബാക്ക് പീസിലും ഫ്രണ്ട് പീസിലും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രോസ് പീസുകളൊക്കെ 1 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു ടോപ്പിൽ ഫ്രണ്ടിൽ കൂടി ക്രോസ് പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് തന്നെ ക്രോസ് പീസ് കട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ആദ്യം തന്നെ ക്രോസ് പീസുകളൊക്കെ ഇതുപോലെ ആദ്യം തന്നെ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ എണീക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സ്റ്റിച്ചിങ് ഒക്കെ എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്യുന്നത്. കട്ടിംഗ് ഒക്കെ ആദ്യം തന്നെ നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റിച്ചിങ് അതായത് മെഷീനിൽ പോയി ഇരിക്കുമ്പോൾ നമുക്ക് വെറുതെ എഴുന്നേറ്റ് സമയം കളയേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അത് ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് മാത്രം മതി കേട്ടോ നെക്കിൻ്റെ ഈ ഒരു പീസിൽ. അപ്പോൾ ഇത് നെക്കിൽ നമുക്ക് എങ്ങനെ വെക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ അതായത് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം ഉണ്ടല്ലോ, അതായത് ടോപ്പിൻ്റെ ആ മെയിൻ പീസിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിലേക്ക് വേണം കേട്ടോ ഈ ഒരു പീസിൻ്റെ നല്ല വശം ഇതുപോലെ വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ കാണുന്ന ഈ 2 ഭാഗങ്ങളും നല്ല വശങ്ങളാണ് കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മുമ്പ് 1/4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടുണ്ടായിരുന്നില്ലേ, അത് ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് ഒരു 2-3 സേഫ്റ്റി പിൻ ഇതുപോലെ കുത്തി കൊടുക്കുക കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാനായിട്ട്. നെക്കൊക്കെ ഇതുപോലെ പീസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ എന്തായാലും സേഫ്റ്റി പിന്ന് കുത്തി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും കേട്ടോ കൂടുതൽ വൃത്തി. അപ്പോൾ ആ പീസ് നെക്കിൻ്റെ മുകളിൽ ഇതുപോലെ കുറച്ച് കയറ്റി വെച്ചിട്ട് വേണം കേട്ടോ ഈ സേഫ്റ്റി പിന്ന് കുത്തി കൊടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിൽ ക്രോസ് പീസ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ക്രോസ് പീസിന് ലെങ്ത്ത് കുറവായിരിക്കും. അപ്പോൾ 2 പീസിന് നമ്മൾ ആദ്യം ജോയിൻ ചെയ്തിട്ട് വേണം കേട്ടോ ഇതുപോലെ വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ചീത്തവശത്തിൻ്റെ മുകളിലേക്ക് ഇതുപോലെ സെൻറ്റർ മടക്കിയിട്ട് വേണം കേട്ടോ ക്രോസ് പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ. ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമുക്ക് നെക്കിൻ്റെ ആ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ക്യാമറ അതായത് ഫോൺ പിടിക്കുന്നതൊക്കെ മോളാണ് കേട്ടോ. അപ്പോൾ വീഡിയോക്ക് ചെറിയൊരു എന്താ പറയുക നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അതാ ഞാൻ ക്രോസ് പീസ് ചീത്ത വശത്തിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിതവിടെ ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അവിടെ ഓരോ ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഓരോ കട്ട് സ്റ്റിച്ചിൽ കൊള്ളാതെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ വൃത്തിയായിട്ട് തന്നെ നമുക്ക് ക്രോസ് പീസ് നല്ല വശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി ഇതാ ഈ ക്രോസ് പീസിനെ ടോപ്പിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ആക്കി കൊടുത്തിട്ട് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ തുടക്കം അതായത് ഫസ്റ്റിൽ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നോക്കിയ ഒരു മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ഇതിനേക്കാളും സിമ്പിളായിട്ട് ഞാൻ ഒരു രീതിക്ക് കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നോക്കുമ്പോൾ അതായത് എഡിറ്റ് ചെയ്യുമ്പോൾ ആ വീഡിയോ കാണാനും മിസ്സായിരിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്താലും നമുക്ക് വൃത്തിയായിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ക്രോസ് പീസിന് നല്ല വശത്തിൻ്റെ മുകളിലേക്ക് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം നമുക്ക് 1/4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടുണ്ടല്ലോ, അത് ഇതുപോലെ ഉള്ളിലേക്ക് ആക്കിയിട്ട് അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതായത് നല്ല വശത്തിൻ്റെ മുകളിലൂടെ വെച്ചിട്ട് നമുക്ക് ഇതും കൂടി ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാനിതാ എല്ലാ നെക്കുകളും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 2 മെത്തേഡിലും നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോയിൽ കാണിച്ച മെത്തേഡിലും ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വേറൊരു രീതിക്ക് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഈ പീസ് ഇപ്പോൾ ആദ്യം കാണിച്ചില്ലേ സേഫ്റ്റി പിന്ന് കുത്തിയിട്ട് വെച്ചൊരു ഭാഗം ഉണ്ടായിരുന്നല്ലോ, അത് ആദ്യം സ്റ്റിച്ച് ചെയ്ത് എടുത്ത ശേഷം നമുക്ക് ക്രോസ് പീസ് അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ വൃത്തിയും അതുപോലെ എളുപ്പം കേട്ടോ. പിന്നെ വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അതായത് ടോപ്പിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ പീസിൻ്റെ നല്ല വശവും വെച്ച് കൊടുക്കുക. എന്നിട്ട് 3 സൈഡും 1/4 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയിട്ട് നമുക്ക് സേഫ്റ്റി പിന്ന് കുത്തി കൊടുക്കുക. എന്നിട്ട് ഈ നെക്കിൻ്റെ 3 സൈഡും നമുക്ക് പതിച്ച് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ മുകളിലേക്ക് കുറച്ച് പീസ് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുകൂടി കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം നമുക്ക് ക്രോസ് പീസിനെ 2 ആക്കിയിട്ട് മടക്കിയിട്ട് ചീത്ത വശത്തേക്ക് 1/4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ക്രോസ് പീസിനെ നല്ല വശത്തേക്ക് മറിച്ചിട്ടിട്ട് പതിച്ച് തന്നെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അങ്ങനെ ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് ടഫില്ലാണ്ട് ഈ എല്ലാ പീസുകളും പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയത്. അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിക്കായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഇതിലും എളുപ്പത്തിൽ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിതാ 20 പീസിൻ്റെ നെക്കുകൾ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോഴും ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ കുറച്ചധികം ബീഡ്സ് തന്നെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ പീസുകളും ഇതുപോലെ ഫസ്റ്റ് എല്ലാതും ബീഡ്സ് കുത്തി കൊടുത്ത് വെക്കുക. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ക്രോസ് പീസ് ഫ്രണ്ടിൽ അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു മോഡൽ സ്റ്റിച്ച് ചെയ്തത്. അതായത് ഇതിനു മുമ്പൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത പീസുകളൊക്കെ അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, നമ്മൾ ചീത്ത വശത്തേക്കാണ് പീസുകളൊക്കെ വെച്ചിട്ട് നല്ല വശത്തേക്ക് മറിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു മോഡലാണ്.
അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല കേട്ടോ. നമ്മൾ മുമ്പ് ചെയ്തു കൊടുത്ത മോഡലാണെങ്കിൽ അതിൻ്റെ റേറ്റ് നമുക്ക് സെയിം അത് തന്നെ ആയിരിക്കും എന്നറിയാം. പക്ഷേ ഇത് പുതിയതായത് കൊണ്ട് നമുക്കിത് കൊടുത്തു കഴിഞ്ഞ ശേഷമാണ് കേട്ടോ സ്റ്റിച്ചിങ് ചാർജ് എത്രയെന്ന് അറിയുള്ളൂ. അപ്പോൾ ഞാനിതാ മുഴുവൻ നെക്കുകളും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ സമയം ഉച്ചയ്ക്ക് 2:30 ആയിട്ടുണ്ട് കേട്ടോ. അതായത് വ്യാഴാഴ്ച രാത്രി നമ്മൾ മെറ്റീരിയൽസ് എടുത്തിട്ട് വന്നു. വെള്ളിയാഴ്ച രാവിലെ മുതൽ സ്റ്റിച്ച് ചെയ്തിട്ട് ഉച്ചയ്ക്കാണ് കേട്ടോ ഈ ഒരു വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞില്ലേ വീട്ടിലത്തെ കാര്യങ്ങളും എല്ലാം നമുക്ക് നോക്കേണ്ടതുണ്ട്. ഇടയിൽ എഴുന്നേറ്റിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു നെക്കിൻ്റെ ഭാഗം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് പകുതി ആശ്വാസമായിട്ടുണ്ട് കേട്ടോ. കാരണം ഈ ഒരു ഭാഗം മാത്രമാണ് ഇതിൽ നമുക്ക് ടഫായിട്ടുള്ളൂ, ചെയ്യാനേ ബുദ്ധിമുട്ടുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ സാധാരണ നോർമൽ ചെയ്യുന്നത് പോലുള്ള സ്ലീവ്സ് അറ്റാച്ച് ചെയ്യൽ, അതുപോലെ ഓപ്പൺ സ്റ്റിച്ച് ചെയ്യൽ. സ്ലീവ്സൊക്കെ 2 പീസായിട്ടാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അതിൻ്റെ സെൻറ്ററൊക്കെ ജോയിൻ ചെയ്ത് എടുത്ത് താഴ്വശം 1 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് വേണം സ്ലീവ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നെക്കിൻ്റെ ഈ ഒരു ഭാഗം ചെയ്യാൻ മാത്രമാണ് ഇത്ര സമയം എടുത്തത്. ബാക്കിയെല്ലാം നമ്മൾ രാത്രിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാം കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ ഈ പറഞ്ഞതുപോലെ ഏറ്റെടുത്തതും ചെയ്യാൻ പറ്റും എന്ന് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നെക്കിൻ്റെ ഭാഗം കഴിഞ്ഞപ്പോൾ തന്നെ ബാക്കി എല്ലാതും നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതാ 20 പീസിൻ്റെയും ഈ പറഞ്ഞതുപോലെ എല്ലാ ഭാഗങ്ങളും അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. നല്ലൊരു കളറാണ് കേട്ടോ. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. കാരണം ഇതിൽ നിന്ന് ഒരു പീസ് എടുക്കണമെന്ന് വരെ എനിക്കുണ്ടായിരുന്നു. പിന്നെ എന്തായാലും ടൗണിലേക്ക് നമ്മൾ പോകുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തില്ല കേട്ടോ. നെക്ക് ഇതാ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ സ്ലീവ്സൊക്കെ ജോയിൻ ചെയ്തെടുത്തു. നമ്മൾ ബാക്കിലും ക്രോസ് പീസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്കിൽ ക്രോസ് പീസ് അറ്റാച്ച് ചെയ്തിട്ട് ഈ ഒരു പീസ് വെച്ച ശേഷമാണ് കേട്ടോ ഞാൻ ബാക്ക് പീസിൽ ക്രോസ് പീസ് അറ്റാച്ച് ചെയ്യുക. പിന്നെ 2 ഷോൾഡറുകളും ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ലോക്ക് ഇട്ട് കൊടുക്കണം. അതുകൂടി ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് സ്ലീവ്സ് കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൽ ഷേപ്പൊന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ, കാരണം റെഡിമെയ്ഡ് ഡ്രസ്സാണ്. അതുകൊണ്ട് നമുക്ക് ഷേപ്പൊന്നും ചെയ്ത് കൊടുക്കണ്ട. റഫായിട്ട് ഒരു സ്റ്റിച്ച് യോജിപ്പിച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. പിന്നെ താഴ്വശം ഇതുപോലെ സൈഡ് ആദ്യം സ്റ്റിച്ച് ചെയ്ത ശേഷം താഴ്വശം കൂടി ലാസ്റ്റായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കളറും അതുപോലെ തന്നെ നല്ല വർക്കാണ് കേട്ടോ നെക്കിൻ്റെ ഭാഗത്ത് വരുന്നത്. ഇനി നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു ഫോൾഡിങ് മാത്രമാണ് കേട്ടോ. കാരണം എനിക്ക് ഫോൾഡ് ചെയ്യുന്നതേ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. പിന്നെയും നമുക്ക് ചെയ്ത് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാനിതാ എല്ലാ പീസുകളും ഇതുപോലെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും നമ്മുടെ ഈ ചെറിയ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ എനിക്ക് ഈ പറഞ്ഞ പോലെ എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും വീണ്ടും വീഡിയോ എടുക്കാനും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഉള്ളൊരു ഊർജ്ജം കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തുടക്കത്തിൽ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ചെറിയൊരു ഹാർട്ടോ അല്ലെങ്കിൽ സ്മൈലി ആയിട്ടെങ്കിലും ഒന്ന് കമൻറ്റ് ഇടുക കേട്ടോ. നിങ്ങൾക്ക് എന്ത് സംശയവും കാര്യങ്ങളുണ്ടെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും താഴെ ഒന്ന് കമൻറ്റ് ഇടുക. ഞാൻ ഫോൾഡ് ചെയ്യുന്നത് ഈ ഒരു രീതിക്കാണ് കേട്ടോ. അപ്പോൾ വേറൊരു താത്ത ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ ഫോൾഡ് ചെയ്യുന്നത് വേറൊരു രീതിക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് കിട്ടുന്നില്ല. ഇനിയിപ്പോൾ ഒഴിവ് പോലെ അവൻ്റെ അടുത്ത് പോയി നോക്കിയിട്ടൊക്കെ വേണം കേട്ടോ ഒന്ന് ഫോൾഡിങ് ഒന്ന് പഠിക്കാൻ. അതാണ് കുറച്ചുകൂടി എളുപ്പം എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഞാനിതാ മുഴുവനായിട്ട് ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 20 പീസും ഇതുപോലെ തന്നെ അതായത് എല്ലാം ഫിനിഷ് ചെയ്ത് സെറ്റാക്കിയിട്ട് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സ്റ്റിച്ചിങ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. സിൽവറും ഗോൾഡൻ കളറും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ടോപ്പാണ് കേട്ടോ. സ്വീക്വൻസ് വർക്കിലൊക്കെയാണ് ഇതിൻ്റെ എംബ്രോയ്ഡറി വന്നിരിക്കുന്നത്. മിഷ്യൻ വർക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള നെക്കൊക്കെ എവിടെ നിന്നാണ് കിട്ടുക അല്ലെങ്കിൽ എവിടെ നിന്നാണ് മേടിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായി. നമ്മുടെ കാണാത്തവരായതുകൊണ്ടാണ് കേട്ടോ അവർ ചോദിക്കുന്നത്. കാരണം ഇതൊന്നും ഞാൻ മേടിക്കുന്നതല്ല, ഇതൊക്കെ നമുക്ക് ഈ പറഞ്ഞതുപോലെ അവർ സെറ്റാക്കി തരുന്നതാണ്. അവരുടെ ഷോപ്പിൽ ഈ പറയുന്ന പോലെ മിഷ്യൻ എംബ്രോയ്ഡറി ചെയ്ത ശേഷമാണ് കേട്ടോ ഇത് സെറ്റാക്കിയിട്ട് നമുക്ക് വരുന്നത്. അപ്പോൾ സെപ്പറേറ്റ് ഇതുപോലുള്ള നെക്കുകളൊക്കെ ബട്ടൺ ഹൗസിലും അതുപോലെ ക്ലോത്ത് അതായത് മെറ്റീരിയൽ മുറിച്ച് കിട്ടുന്ന ഷോപ്പുകളിലൊക്കെ കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ മുഴുവനായിട്ട് തന്നെ മടക്കി എടുത്ത ശേഷം നമുക്ക് ഇതെങ്ങനെയാണ് അവരുടെ ഏൽപ്പിക്കുന്നത് എന്നൊന്നും കൂടി നോക്കാം കേട്ടോ. അപ്പോൾ അവരെ ഏൽപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ കുറച്ച് ബൾക്കായിട്ട് തന്നെ ഉണ്ടെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്യണം കേട്ടോ. അതായത് കുറച്ചായിട്ട് തന്നെ നമുക്കിതുപോലെ കെട്ടിക്കൊടുക്കണം. ഇപ്പോൾ എനിക്ക് 20 പീസ് ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ മൊത്തത്തിൽ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അവരെന്നെ നമുക്ക് ഇതുപോലുള്ള തുണി ഇല്ലെങ്കിൽ കയർ എന്തെങ്കിലും തരും.
അപ്പോൾ ആദ്യം ആ കയറിന് ഇതുപോലെ ഒന്ന് നിവർത്തിയെടുത്ത ശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് തന്നെ നമുക്ക് ഈ ടോപ്പുകളൊന്ന് വെച്ച് കൊടുക്കണം. എന്നിട്ട് സെൻറ്റർ നോക്കിയിട്ട് നമുക്ക് ഫസ്റ്റ് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കണം കേട്ടോ. നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടിക്കൊടുക്കണം. ഇത് ചെയ്യൽ എന്തായാലും നിർബന്ധമാണ് കേട്ടോ. കാരണം ഇത് നമുക്ക് ഇവിടുന്ന് ട്രാവൽ ചെയ്തിട്ട് കൊണ്ടുപോകേണ്ട ടോപ്പുകളാണല്ലോ. അതുകൊണ്ട് ഇവർ വണ്ടിയിലൊക്കെ പോകുമ്പോൾ അത് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ ടൈറ്റായിട്ട് തന്നെ കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ അവർക്കും അത് കംഫർട്ടായിട്ട് തന്നെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. പിന്നെ ഷോപ്പിൽ പോയാലും അവർക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട് ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ തന്നെ കെട്ടിക്കൊടുക്കാൻ വേണ്ടി പറയുന്നത്. കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാം മൊത്തത്തിൽ വെച്ചിട്ട് കെട്ടിക്കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് 2-3 പാർട്സായിട്ട് നമുക്ക് കുറച്ചായിട്ട് കെട്ടിക്കൊടുക്കേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാനിത് നല്ല രീതിക്ക് തന്നെ കെട്ടിക്കൊടുക്കുന്നുണ്ട്. സെൻറ്ററിൽ ഇതുപോലെ ഒരു കെട്ട് ആദ്യം കൊടുത്ത ശേഷം ആ 2 അറ്റത്തിനെയും ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് വേണം കേട്ടോ ഒരു കെട്ടും കൂടി ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്കും അതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല, നമുക്കും കൊണ്ടുപോയി കൊടുക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ടോപ്പിൻ്റെ എല്ലാ സൈഡുകളും ഇതുപോലെ ചുളുങ്ങിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നിവർത്തി വൃത്തിയിൽ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ എത്രയും കഷ്ടപ്പെട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ചുളിച്ചിട്ടൊന്നും കൊടുക്കരുത്. നല്ല വൃത്തിയായിട്ട് തന്നെ എല്ലാ ഭാഗങ്ങളും ഒരുപോലെ ആക്കി കൊടുത്തിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ഇതാക്കി എടുക്കുന്നത് വരെ നമ്മുടെ മനസ്സിൽ തീ തന്നെ ആയിരിക്കും കേട്ടോ. കാരണം ഒറ്റ ദിവസത്തെ ഓർഡറാണ്, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഒരു ദിവസം കൊണ്ടാണ് നമ്മൾ ഇത്രയും സ്റ്റിച്ച് ചെയ്തെടുത്തത്. ഇതിങ്ങനെ ആക്കിയെടുത്ത ശേഷമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ശ്വാസം നേരെ വീണത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ എൻ്റെ ഈ ചാനൽ ഇത്രത്തോളം എത്തിയത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.